രാജു, രാജു, നീ എന്തിനാ എന്നെ കണ്ട ഓടിയത്? എന്നെ തല്ലരുത്, പറയാം. നീ പറ. പേടിച്ചിട്ടാ ഓടിയത്. എന്തിനാ പേടിച്ചത്? സാറ് പോലീസല്ലേ? പോലീസിനെ നീ എന്തിനാ പേടിക്കുന്നത്? അത് പറടാ, എന്തിനാ പേടിക്കുന്ന? ഞാൻ കൊല്ലപ്പെട്ട രാജിയുടെ മാമയായിരുന്നു. അതിന് പോലീസിനെ എന്തിനാ നീ പേടിക്കുന്നത്? നീയാണോ രാജിയെ കൊന്നത്? അല്ല സാർ. പിന്നെ ആരാണെന്ന് എനിക്കറിയില്ല. നീ എന്തിനാ ജോലി വിട്ടു പോയത്? രാജി വഴിയാ ഞാൻ സുരേഷ് സാറിനെ പരിചയപ്പെട്ട് അദ്ദേഹമാണ് എനിക്ക് ആ വീട്ടിൽ ജോലി വാങ്ങി തന്നത്. രാജി മരിച്ചു എന്നറിഞ്ഞതോടുകൂടി പോലീസ് എന്നെ അന്വേഷിച്ചു വരുമെന്ന് കരുതി സുരേഷ് സാർ എന്നോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. നീ എന്തിനാണ് ഞാനും ലതയും തമ്മിൽ സംസാരിക്കുമ്പോൾ ഒളിഞ്ഞെന്ന് കേട്ടത്? സാറ് രാജിയെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി. നീ അല്ലേടാ അന്ന് രാത്രി എന്നെ ആക്രമിച്ചത്? ഞാനോ? എനിക്കൊന്നും അറിഞ്ഞൂടാ സാർ. നിനക്കൊന്നും അറിഞ്ഞൂടല്ലേ? ഹലോ, ഒരു 10,000 റുപ്പീസ് വേണമല്ലോ. 2 ദിവസം മുമ്പല്ലേ ചേച്ചിയുടെ അടുത്ത് നിന്ന് കാശ് വാങ്ങിയത്? അതെ, അത് തീർന്നു പോയി. ബില്ല് കെട്ടാത്തോണ്ട് എന്റെ ഫോൺ ഡിസ്കണക്ട് ചെയ്തിരിക്കുക. ഫോൺ ഇല്ലാതിരിക്കുന്നതാ നല്ലത്. അത് തീരുമാനിക്കുന്ന നീയാണോ? എന്ത് പറഞ്ഞാലും ശരി, ഇവിടുന്ന് പൈസ ഇനി കിട്ടൂല. ഞാൻ വാങ്ങും, നിനക്ക് കാണണോ? ഇത് കൊറേ കേട്ടതാ. ചുമ്മാ ഓലപ്പാമ്പ് കാണിച്ച് ആളെ പേടിപ്പിക്കല്ലേ. പേടിപ്പിക്കാനല്ല, നിന്നെയൊക്കെ കരയിക്കാൻ എനിക്കറിയാം. എല്ലാത്തിനും ഞാൻ കമ്പി എണിക്കും, കാണണോ? ഇത് കൊറേ പ്രാവശ്യമായല്ലേ പറയുന്നു. ആണുങ്ങളായ പ്രവർത്തി. ആ, ഒരു 10,000 രൂപ വേണം, അത്യാവശ്യം.
ഞാൻ തരാത്ത ചേച്ചി തരുമോ? മല്ലി, നീ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ചേച്ചിയാ ചോദിക്കുമ്പോ കാശ് കൊടുത്ത് ഇത്രയും വഷളാക്കിയത്. താൻ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ ഈ വീട്ടിലുള്ളിടത്തോളം ഒറ്റ പൈസ തരൂല, തീർച്ച. എന്നാ നീ കണ്ടോ, കരഞ്ഞു കരഞ്ഞ് നീ എന്റെ കാല് പിടിച്ചില്ലെങ്കിൽ എന്റെ പേര് ഞാൻ മാറ്റും. അതാ നല്ലത്. മല്ലി, ആ, നല്ലൊരു അഡ്വക്കേറ്റിനെ കണ്ടുവച്ചു. ആ, എന്തായി ചികിത്സ? ചികിത്സിച്ച് തീർന്നോ? കുളിപ്പിച്ച് ഇല്ലാതാക്കുവോ? എന്താ അവൻ പറയുന്നത് സരോജിനി? ഒന്നുമില്ല, അത് പതിവ് പോലെ തന്നെ. അതല്ല, അവൻ വേറെന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ. വർക്കി, എന്തോ? ആ വാതിലടച്ചേര്. സുരേഷ്, 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 സുരേഷ്. സുരേഷ്, എക്സ്ക്യൂസ് മീ, Yes? ഇവർക്ക് വീട്ടിലേക്ക് പോകാമല്ലോ. DVSP വന്നിട്ട് പോവാം. ഞങ്ങൾ ഇവിടെ ഇരിക്കാം. മിസ്റ്റർ മേനോ പൊയ്ക്കോട്ടെ. ഹീസ് ഹാർട്ട് പേഷ്യന്റ്. ശരി. എന്നാ മേനോ സാർ പൊയ്ക്കോളൂ. എടുത്തു. CI പീറ്റർ എവിടെ? ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിരിക്കാം. സാറും കൂടെ പോയിട്ടുണ്ട്. ഓ, ശവത്തിന് കാവൽ വെക്കാൻ അവനെ കൊള്ളുള്ളൂ. പാവതികളിരിക്കൂ. താനുണ്ടായിരുന്ന എവിടെ? ആ, ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു കൊലപാതകം നടന്നു, അത്രേ ഉള്ളൂ. ആരാ മരിച്ചത്? സുരേഷ്, ഇവരുടെ ഒരു കസിനാ.
നിങ്ങളോട് ചോദിച്ചില്ല. നിങ്ങളുടെ പേരെന്താ സിസ്റ്റേഴ്സ്? പേരില്ലേ? അതൊക്കെ അവർ സി ഐയോട് പറഞ്ഞു കഴിഞ്ഞു. നോ നോ, എന്നോടാ പറയേണ്ടത്. ഐ ആം സീനിയർ ഓഫീസർ. പേര് പറഞ്ഞേ. എന്റെ പേര് ലത, ഇവളെന്റെ അനിയത്തി മാലിനി. കൊല്ലപ്പെട്ടയാൾ ഏത് വഴിക്കാ നിങ്ങളുടെ കസിൻ? അച്ഛന്റെ ജ്യേഷ്ഠന്റെ മകൻ. ഈ സുരേഷിന് ആരൊക്കെയുണ്ട്? ആരുമില്ല, ഒറ്റ മകനാ. അച്ഛനും അമ്മയും നേരത്തെ മരിച്ചു. നിങ്ങൾക്ക് ആരൊക്കെയുണ്ട്? അച്ഛൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് എന്താ ബിസിനസ്? എല്ലാം വിശദമായി സി എസ് സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ഐ ഡോണ്ട് കെയർ. ടെൽ മീ, എന്താ ബിസിനസ്? എസ്റ്റേറ്റ് ഉണ്ട്. ആ, അത് ശരി. അപ്പൊ ഭാഗം വെക്കാത്ത സ്വത്ത് ചേട്ടന്റെ മകൻ ഷെയർ ചോദിച്ചു, ഇളയച്ചൻ കൊടുത്തില്ല, വഴക്ക്, കൊല. ഇറ്റ് ഈസ് സോ സിമ്പിൾ. സാർ, ഇവരുടെ അച്ഛൻ കുറെ കാലമായി ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് കിടപ്പിലാണ്. ഞാൻ തന്നോട് ചോദിച്ചില്ല, തനിക്ക് വല്ല അറ്റാക്ക് വന്നിട്ടുണ്ടോ? കുറെ നേരെ ചൊറിഞ്ഞു ചൊറിഞ്ഞു നിൽക്കണേ. ആ, താ ഒരു കാര്യം ചെയ്യും, ഒരു ഡമ്മി ടെസ്റ്റ് അറേഞ്ച് ചെയ്യാ. ഒരു ഡമ്മി വെറുതെ മുകളിലേക്ക് എറിയാ, ഒരു ഡമ്മി താഴ്ത്തിക്കിട. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഒരു ചെറിയ സ്കെയിൽ വെച്ച് അളക്കുക. അത് എത്രയാണോ അതായിരിക്കും കൊലപാതകയുടെ വയസ്സ്. താൻ നോക്കണ്ട, ഡമ്മി ടെസ്റ്റ് ഞാൻ തെളിയിക്കും. നിങ്ങൾ എന്ത് കുന്തം വേണം തെളിയിക്ക്. താൻ ആരെ വയലോട് നോക്കിക്കണേ. പോയി ഡമ്മി തയ്യാറാക്ക്, ഇല്ലെങ്കിൽ തന്നെ ഞാൻ മുകളിൽ താഴ്ത്തിക്കിടും. ചെല്ലിടും. വല്ലാത്ത ഷോക്കായി പോയി. പേഴ്സണലി സുരേഷിന് എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ ഇങ്ങനെ ഒരു അവസാനം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഓർക്കുമ്പോ വല്ലാത്ത വിഷമം. പോലീസ് ഇവിടെ വന്നിരുന്നോ? 2-3 പ്രാവശ്യം വന്നു. മാറി മാറി എല്ലാരെയും ക്വസ്റ്റ്യൻ ചെയ്തു. രോഗിയാണെന്നുള്ള കൺസിഡറേഷൻ പോലും ഇല്ലാതെയാണ് അച്ഛനെ അവർ ചോദ്യം ചെയ്തത്. പോലീസല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് അവരൊരു രീതി. ഇപ്പൊ അച്ഛൻ എങ്ങനെയുണ്ട്? കൂടുതലുമില്ല, കുറവുമില്ല, അങ്ങനെ ഇരിക്കുന്നു. ചേച്ചി എവിടെ പോയി? ബാങ്കിൽ പോയതാ, ഇപ്പൊ വരും. ഓ, എങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല, പിന്നെ വരാം. ആ, എക്സ്ക്യൂസ് മീ. യു സീംസ് ടു ബി റെസ്റ്റ്ലെസ്. എന്താ കാര്യം? ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. മാലിന്യം ഉപയോഗിക്കുന്നത് 118 കാറാണോ? അതെ, എന്താ കാര്യം? സംശയമല്ലാത്ത അസുഖമാണ്. പ്രത്യേകിച്ച് സ്നേഹമുള്ളവരെ കുറിച്ചാകുമ്പോൾ ഞാൻ വല്ലാതെ റെസ്റ്റ്ലെസ് ആവും. ദാറ്റ്സ് മൈ നേച്ചർ. തുറന്നു ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. സുരേഷ് കൊല്ലപ്പെട്ട ദിവസം രാത്രി ഞാൻ ആ വീട്ടിൽ പോയിരുന്നു അവനെ കാണാൻ. പക്ഷേ കണ്ടത് അവൻ്റെ ഡെഡ് ബോഡിയാണ്. വീടിൻ്റെ കോമ്പൗണ്ടിൽ ഞാൻ കയറുന്നതിന് മുമ്പ് അവിടെ നിന്നൊരു വെള്ള 118 കാർ അതിവേഗത്തിൽ ഓടിച്ചു പോകുന്നത് കണ്ടു. ഓടിച്ചിരുന്ന ആരാണെന്ന് വ്യക്തമായില്ല. മാലിനി ആ സമയത്ത് അവിടെ പോയിരുന്നു. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? അല്ല, ഐ വാസ് ജസ്റ്റ് ക്ലിയറിംഗ് എ ഡൗട്ട്. പോയിരുന്നോ? ഞാൻ എങ്ങനെ എന്റെ കാറിൽ പോകും? 4-5 ദിവസമായിട്ട് അത് വർക്ക്ഷോപ്പിലാ. ഡോക്ടർ മോഹനാ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ച് നോക്കൂ. എനിക്കാരോടും സംശയം ചോദിക്കേണ്ട കാര്യമില്ല. ഞാനൊരു സംശയം തീർത്തെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് വെള്ളം. ഇത് രക്തം തന്നെയാണോ അതോ മറ്റു വല്ലതുമാണോ എന്നറിയണം. വഴിയില്ലേ? ഷുവർ, ഉടനെ വേണം. വേണം. ഒരു അരമണിക്കൂർ എടുക്കും. സാറല്ലേ ഞാൻ പറ്റിയ? ഹലോ ഡോക്ടർ. ഹലോ, എന്നെ ഓർമ്മയുണ്ടോ? അന്ന് മേനോന്റെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു. ഓ മിസ്റ്റർ ഹരിഹരൻ. സെയിം. ഡോക്ടർ എന്താ ഇവിടെ? നല്ല ചോദ്യം. ദിസ് ഇസ് മൈ ക്ലിനിക്. ഓഹോ, ഹരൻ എന്താ ഇവിടെ? എനിക്കൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. റിസൾട്ട് കിട്ടിയേ? ഇല്ല, അരമണിക്കൂർ എടുക്കുന്നു. ദെൻ കമോൺ, എന്റെ മുറിയിലിരിക്കാം. ഓക്കെ. വാ. കുറേ നാളായി മിസ്റ്റർ ശങ്കരമേനോന്റെ ഫാമിലി ഡോക്ടറാണ് ഞാൻ. അവിടുത്തെ എല്ലാ കാര്യവും ഒരംഗത്തെ പോലെ എന്നോട് ഡിസ്കസ് ചെയ്യാറുണ്ട്. വളരെ കാഷ്വലായിട്ടാ നിങ്ങളെ അവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ടത്. നിങ്ങൾ പലപ്പോഴും അവിടെ വരാറുണ്ട്, പോകാറുണ്ട്. എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. മാലിന്യോട് ചോദിച്ചപ്പോ അറിയില്ല എന്ന് പറഞ്ഞു. ലതയോട് ചോദിച്ചപ്പോ പറയാൻ എന്തോ വിഷമമുള്ള പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചുമില്ല. ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയും എന്ന് ഞാനും കരുതി. Why are you so tense? വല്ല സീരിയസ് ടെസ്റ്റ് വേണം? ഹേയ്, ഇത് രക്തമൊന്നുമല്ല സാർ, വേറെന്തോ ആണ്. ടൊമാറ്റോ സോസോ മറ്റാണെന്ന് തോന്നുന്നു. ആർ യു ഷുവർ? തീർച്ചയായിട്ടും. സാർ വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തോളൂ.
എക്സ്ക്യൂസ് മീ. ഇത് മാലിന്യയുടേതല്ലേ? അല്ലേ? ഡോക്ടർക്ക് എങ്ങനെ മനസ്സിലായി? കൊള്ളാം. ഞാൻ ആ വീട്ടിൽ ദിവസവും പോകുന്നതല്ലേ അച്ഛനെ. എന്തിനാ ഈ ടെസ്റ്റ്? എന്താ കാര്യം? ആ പറയണ സാർ, ഞാൻ കൂടെ അറിയട്ടെ. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയണം. അപ്പൊ അതിനുള്ള സമയമില്ല. തൽക്കാലം ഒന്ന് മാത്രം പറയാം. ഒരു സംശയ നിവൃത്തിക്ക് വേണ്ടേ ഞാനിത് ചെയ്തത്. ഞാൻ ഇറങ്ങട്ടെ. ഓ ശരി. ഓ. വരട്ടെ. ആ ശരി. മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കി വെച്ച പോലെ ഒരു ആശ്വാസം. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, സംശയം ഒരു അസുഖം തന്നെയാ, പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ളവർക്ക്. എന്നെ ഡോക്ടർ വിളിച്ചിരുന്നു. അറിയാം, ഡോക്ടറെല്ലാം പറഞ്ഞാണോ അല്ലേ? സത്യത്തിൽ അവിടെ ചെന്നതിന് ശേഷമാണ് ഡോക്ടർ മോഹന്റെ ക്ലിനിക്കാണെന്ന് തന്നെ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടായിരിക്കാം ഇതും കൊണ്ട് നേരെ ഇങ്ങോട്ട് പോന്നത്. നേവർ, അല്ലെങ്കിലും വരും. മാലിനിക്ക് അറിയോ, ഡ്രസ്സും കൊണ്ട് ഞാൻ ബൈക്കിൽ പോകുമ്പോ എന്റെ മനസ്സ് പ്രാർത്ഥിക്കായിരുന്നു, രക്തമായിരിക്കരുത് എന്ന്. ആണെങ്കിൽ ഏതായാലും അല്ലല്ലോ. സംശയം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അടുത്തൊരു വാക്ക് ചോദിക്കാമായിരുന്നില്ലേ? കാറിന്റെ കാര്യം ചോദിച്ചത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാ. പിന്നെ ഇതും കൂടെ ചോദിക്കുന്നതിനല്ലേ ഒരു ലിമിറ്റ്. അമ്മയാണല്ലേ? ഈ മറു ഇടതുവശത്തുള്ളവർക്ക് ആയുസ് കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. പേടിക്കണ്ട, മാലിനിക്ക് ധാരാളം ആയുസുണ്ട്. മുഖത്ത് മറുകയില്ല. ഞാൻ മറ്റേ ആ ഒരു മിനിറ്റ്. ചേച്ചിയുടെ കാര്യം ഞാനായിട്ട് ഇനി ചോദിക്കില്ല കേട്ടോ. ശരി. കണ്ടിട്ടൊരു കള്ളന്റെ ലക്ഷണം ഉണ്ടല്ലോ. ഇന്ന് രാത്രി വീട്ടിൽ കയറാനുള്ള പരിപാടി ഉണ്ടോ? मेरा नाम कुंजू सिंह है, मेरा बाप का नाम कब्बर सिंह है, मेरा माँ का नाम नीतू सिंह है, समझे? ഓടാ വന്ന കഴിവുള്ളതാണ്. സാറേ പോക്കറ്റ് പറയരുത്. തന്നെ ഏത് സാർ അയച്ചത് എന്നെ ഫോളോ ചെയ്യാൻ? സാറോ ഏത് സാർ? ഞാൻ പോലീസ് അല്ലല്ലോ. ഞാൻ പറഞ്ഞോ താൻ പോലീസാണെന്ന്? നേര് പറ, ഏത് സാർ അയച്ചത്? സത്യമായിട്ടും പീറ്റർ സാറിൽ എന്നെ അയച്ചത്. പീറ്ററാണ് തന്നെ അയച്ചതെന്ന് ഞാൻ പറഞ്ഞോ? എന്തിനാ തന്നെ അയച്ചത്? സാറിനെ വാച്ച് ചെയ്യാനൊന്നല്ല എന്നെ അയച്ചത്. പിന്നെ എന്തിനാ മൂത്രം ഒഴിച്ചാൽ മതിൽ മറിക്കാനോ? അതിപ്പോ ഈയോടെ നാണം കണ്ടില്ലേ? എന്നാ വല്ലപ്പോഴും പ്രയോജനപ്പെടും കേട്ടോ. സുരേഷ് കൊല്ലപ്പെട്ടതിന്റെ തലേദിവസം രാത്രി ഇവർ സുരേഷുമായി വഴക്കുകൂടിയിരുന്നു. ആ ബാറിലെ ജോലിക്കാരനായ ഇയാൾ ദൃക്സാക്ഷിയാണ്. നിസാര വാക്ക് തർക്കത്തിൽ തുടങ്ങിയ വഴക്ക് കയ്യാങ്കളിയിലാണ് അവസാനിച്ചത്. വീണ്ടും കാണാമെന്ന ഭീഷണി മുഴക്കിയിട്ടാണ് ഇരുകൂട്ടരും പിരിഞ്ഞത്. അവരെ കൊണ്ടേക്കോളൂ സാർ. കൊല്ലപ്പെട്ട സുരേഷിന്റെ ജീവിതം ആ കുത്തഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് ഒരുപാട് ശത്രുക്കളുമുണ്ട്. മുമ്പ് കാണുന്ന കൊലപാതകങ്ങൾ ഇതുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു. കാരണം 2 കൊലപാതകങ്ങളും നടന്നത് .38 റിവോൾവർ കൊണ്ടാണ്. ചിലപ്പോൾ അതൊരു കോയിൻസിഡൻസ് ആവാം. ആ കേസിന് വ്യക്തമായ തെളിവുകളൊന്നും കിട്ടാത്തതുകൊണ്ട് ആരെയും ഇതുവരെ എന്റെ അമ്മോ, വില്ലനാരാന്ന് ഞാൻ നോക്കിപ്പോ 23-ാം നോക്കാൻ പറ്റേ. ഞാൻ ഇത്രയും ഗൗരവമായ കാര്യങ്ങൾ വായിലെ വെള്ളം പറ്റിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാറ് പൂമ്പാറ്റം വായിച്ചോണ്ടിരിക്കുകയാണ്. അത് തന്നെ. താനിപ്പോ എന്താ പറഞ്ഞേ? അയ്യോ, ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ ഇവിടെ പോയി. നമുക്ക് ഒന്നേം തുടങ്ങാം. ഇവിടെ അടുത്ത നഴ്സറി ഉണ്ട്. നല്ല പൂക്കളൊക്കെ കിട്ടും. പൂക്കൾ മാത്രമല്ല, നെല്ലിക്കയും കിട്ടും. നെല്ലിക്ക എന്തിനാണ്? തളം വെക്കാൻ. അയാളിപ്പോ എന്താ പറഞ്ഞേ? തളം വെക്കാൻ പീറ്റർ സാർ ഇടയ്ക്കിടയ്ക്ക് എന്നോടും പറയാറുണ്ട്. അയ്യോ പൂമ്പാറ്റ. സാറേ ഈ പൂമ്പാറ്റ വായിച്ചിട്ട് എനിക്കും തരണേ. താൻ എന്തോട് വിചാരിച്ചത്? പീറ്റർ സാറ് പറഞ്ഞു ശരിയാ, തന്റെ തലയിൽ നെല്ലിക്കത്തം തന്നെ വെക്കണം. പോണോടുന്നു. ഇങ്ങനെ ഡ്യൂട്ടി ഫസ്റ്റ് ഇല്ലാത്തവരെ ഡിപ്പാർട്ട്മെന്റിന് കിട്ടിയാ എങ്ങനെ ഞാനിത് കൊണ്ടുവെടുക്കുക? അടുത്തടുത്ത് 2 കൊലപാതകങ്ങൾ ഇവിടെ നടന്നു. ഒന്ന് നീ അന്വേഷിച്ച് നടന്നിരുന്ന പെണ്ണ്, മറ്റൊന്ന്
നീ ഈയിടെ പലപ്പോഴും പോകാറുള്ള ശങ്കരമേനോന്റെ വീടുമായി ബന്ധപ്പെട്ട ഒരാൾ. വ്യക്തമായ തെളിവൊന്നും കിട്ടാതെ എന്റെ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ് ഹരി. പ്ലീസ് ഹെൽപ്പ് മീ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആരാ പെണ്ണിനെ നിന്നെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചത്? ആരാ നിന്റെ അജ്ഞാതനായ ക്ലയന്റ്? ഉത്തരം നിന്റെ ചോദ്യത്തിൽ തന്നെയുണ്ട്. അയാൾ ഇപ്പോഴും അജ്ഞാതനാണ്. ഹി സ്റ്റിൽ അനോൺ ടു മീ. ശങ്കരമേനോന്റെ വീടുമായി നിനക്കെന്താ ബന്ധം? നീ എന്തിനാ അവിടെ പോകുന്നത്? എന്താ എനിക്ക് അവിടെ പോയിക്കൂടെ? ആ പ്രദേശത്ത് വല്ല 144 നിരോധനാജ്ഞയോ വല്ലതും പ്രഖ്യാപിച്ചിട്ടുണ്ടോ? നിന്റെ തമാശ എൻജോയ് ചെയ്യാവുന്ന മൂഡിലല്ല ഞാനിപ്പോ. പ്ലീസ് ആൻസർ മൈ ക്വസ്റ്റ്യൻസ്. നീ എന്തിനാ വീട്ടിൽ പോയത്? ആര് പറഞ്ഞ ഞാൻ അവിടെ പോരണ്ടെന്ന്? നീ കണ്ടോ? എനിക്കറിയാം. ആ പഞ്ചാബി പറഞ്ഞു കാണും. എന്നെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാൻ നീ ഒരുത്തനെ അയച്ചിരുന്നില്ലേ? അയാൾ പറഞ്ഞു കാണും. എവിടെ നീട്ടിയാടാ ഇമാതിരി കോമാളികളെ? കൊള്ളാവുന്ന ആരും ഇല്ലേ ഡിപ്പാർട്ട്മെന്റിൽ? ഹരി, നീ അവിടെ പോകാറുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. പോകാറുണ്ട്. ശങ്കരമേനോന്റെ വീട്ടിൽ മാത്രമല്ല, പല മേനോന്മാരുടെ വീട്ടിലും പോകാറുണ്ട്. അവിടെയൊക്കെ എന്തിനു പോയി, ആരെ കാണാൻ പോയി എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ് ചങ്ങാതി. പറയേണ്ടി വരും. എന്നാ പറയടാ. പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. യു ആർ വെൽക്കം. അറസ്റ്റ് ചെയ്ത് ജീവിതകാലം മുഴുവൻ അകത്ത് വെക്കാനുള്ള വകുപ്പൊന്നുമില്ലല്ലോ. ഈ പെണ്ണിനെ കുറിച്ച് നിന്റെ അടുത്ത് വന്ന് അന്വേഷിച്ചത് ഞാനാ, നീയല്ല. ഇനിയിപ്പോ ഞാൻ ഈ പെണ്ണിനെ തേടി വന്നില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നോ അതങ്ങ് ചെയ്താൽ മതി. പറ്റിയില്ലെങ്കിൽ കെട്ടുകണക്കിന് കേസുകൾ തെളിയിക്കാതെ കിടപ്പില്ലേ? ആ കൂട്ടത്തിൽ ഇതും പെടുത്തിക്കോ. അല്ലാതെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വരട്ടാ.